Rapid Revision. പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മാത്തമാറ്റിക്സ്. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തമാറ്റിക്സ് അധ്യാപകനായ ജോബിൻ എം തോമസ്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. എൻ്റെ പേര് ജോബിൻ, കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. SSLC പരീക്ഷാ ചൂടിലേക്ക് കടക്കുന്ന ഈ സമയത്ത് മാത്തമാറ്റിക്സിലെ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയിലൂടെ ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. Rapid Revision. ഏറ്റവും ആദ്യമായി ഈ വർഷത്തെ പരീക്ഷാ രീതിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ 2.5 മണിക്കൂർ തന്നെയാണ് പരീക്ഷാ സമയം. 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. 5 സെക്ഷൻ ആയിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. ഈ വർഷം മുതൽ സെക്ഷൻ എയിൽ 1 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനോടൊപ്പം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുമ്പോൾ ഓരോ സെന്റൻസും കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം നൽകാൻ. ബാക്കിയുള്ള 4 സെക്ഷനിലും 2, 3, 4, 5 മാർക്കുകളുടെ ചോദ്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വിഷയത്തെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. കൺസ്ട്രക്ഷൻ ഭാഗത്തെ ചോദ്യങ്ങൾ നമുക്കറിയാം. സർക്കം സർക്കിൾ, പരിവൃത്തം, ഇൻസർക്കിൾ, അന്തർവൃത്തം, ടാൻജന്റ്, തൊടുവരകൾ, ഒരേ ഏരിയ ഉള്ള റെക്ടാങ്കിൾ, സ്ക്വയർ എന്നീ ചോദ്യങ്ങൾ ഡയറക്റ്റായി തന്നെ ചോദിക്കുന്നതാണ്. കൺസ്ട്രക്ഷൻ ഭാഗത്തു നിന്ന് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ചോദ്യം മനസ്സിലാക്കിയാൽ എല്ലാ കുട്ടികൾക്കും മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന ഭാഗമാണിത്. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഗണിതശാസ്ത്രപരമായി അവതരിപ്പിക്കുകയാണ് ഈ പാഠഭാഗത്തിലൂടെ. ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത, ഇന്ത്യ ലോകകപ്പ് നേടാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള നമ്മുടെ സാധാരണ സംസാരങ്ങളെ 0 മുതൽ 1 വരെയുള്ള അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. 3 തരത്തിലുള്ള സാധ്യതകളാണ് ഈ പാഠഭാഗത്തിലൂടെ നാം കാണുന്നത്. ഒന്നാമതായി നമ്പർ, സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി. രണ്ടാമതായി ഏരിയ അല്ലെങ്കിൽ പരപ്പളവിനെ അടിസ്ഥാനപ്പെടുത്തി. മൂന്നാമതായി പെയേഴ്സ് അല്ലെങ്കിൽ ജോഡികളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യതകൾ കണ്ടെത്തുന്നു. സാധ്യത കണ്ടെത്താനായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാൻ സാധ്യതയുള്ള ആകെ ഫലങ്ങൾ എത്രയാണെന്ന് ആദ്യം കണ്ടെത്തുക. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫലങ്ങൾ എത്രയുണ്ട് എന്ന് നോക്കുക. നമുക്ക് ആവശ്യമുള്ള ഫലങ്ങളെ ആകെ ഫലങ്ങൾ കൊണ്ട് ഹരിച്ചാൽ സാധ്യത ലഭിക്കും. ഒന്നാമതായി നമ്പർ അല്ലെങ്കിൽ സംഖ്യകളെ അടിസ്ഥാനപ്പെടുത്തി സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു പെട്ടിയിൽ 3 ചുമലപ്പന്തുകളും 2 നീലപ്പന്തുകളും ഉണ്ടെന്നിരിക്കട്ടെ. കണ്ണടച്ച് ഒരു പന്തെടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യത എത്ര? സാധ്യത കണ്ടെത്താൻ നമുക്ക് വേണ്ട ഫലങ്ങളുടെ എണ്ണത്തെ ആകെ ഫലങ്ങൾ കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. നമുക്കറിയാം, ഇവിടെ ആകെ ഫലങ്ങൾ എന്നത് ആകെ പന്തുകൾ 5, ആവശ്യമുള്ള ഫലങ്ങൾ എന്നത് ചുവന്ന പന്തുകൾ 3. അങ്ങനെയെങ്കിൽ ഒരു പന്ത് എടുത്താൽ അത് ചുവന്നതാകാനുള്ള സാധ്യതാ സമം 5ൽ 3, 3/5. ഈ രീതിയിൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നും ഉണ്ടാകുക. ഇനി രണ്ടാമതായി ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, പരപ്പളവിനെ ബന്ധപ്പെടുത്തി സാധ്യത എങ്ങനെ കണക്കാക്കാമെന്ന് ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു വലിയ ചതുരത്തിൻ്റെ നടുവിൽ ഒരു ചെറിയ വട്ടം വരച്ചിരിക്കുന്നു. നമ്മൾ കണ്ണടച്ച് ഒരു കുത്തിട്ടാൽ അത് വട്ടത്തിൽ വീഴാനുള്ള സാധ്യത എത്ര? ഇവിടെ സാധ്യത കണ്ടെത്താൻ വൃത്തത്തിൻ്റെ പരപ്പളവിനെ ചതുരത്തിൻ്റെ പരപ്പളവ് കൊണ്ട് ഹരിച്ചാൽ മതിയാകും. ലളിതമായി പറഞ്ഞാൽ സാധ്യത കണ്ടുപിടിക്കാൻ ചെറിയ പരപ്പളവിനെ വലിയ പരപ്പളവ് കൊണ്ട് ഹരിച്ചാൽ മതിയാകും. മൂന്നാമതായി പെയേഴ്സ് അല്ലെങ്കിൽ ജോഡികളുമായി ബന്ധപ്പെടുത്തി സാധ്യത എങ്ങനെ കണക്കാക്കാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് 2 പെട്ടികളിലായി കുറച്ച് കാർഡുകൾ ഉണ്ടെന്ന് കരുതുക. ഒന്നാം പെട്ടിയിൽ 1, 2, 3 എന്നെഴുതിയ കാർഡുകളും 2ാം പെട്ടിയിൽ 3, 4 എന്നെഴുതിയ കാർഡുകളും ഉണ്ട്. 2 പെട്ടിയിൽ നിന്നും ഓരോ കാർഡ് വീതം എടുത്താൽ ഏതൊക്കെ ജോഡികൾ നമുക്ക് കിട്ടും? ഒന്നാം പെട്ടിയിൽ നിന്ന് 1 എന്ന കാർഡും 2ാം പെട്ടിയിൽ നിന്ന് 3 എന്ന കാർഡും എടുത്താൽ 1, 3 എന്ന ജോഡിയും, 1ാം പെട്ടിയിൽ നിന്ന് 1 എന്ന കാർഡും 2ാം പെട്ടിയിൽ നിന്ന് 4 എന്ന കാർഡും എടുത്താൽ 1, 4 എന്ന ജോഡിയും, ഇതേപോലെ 2, 3, 2, 4, 3, 3, 3, 4 എന്നിങ്ങനെ 6 ജോഡികൾ നമുക്ക് കിട്ടും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായാലോ. 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എത്രയാണ്? 2 അക്കങ്ങളും തുല്യമായ 3, 3 എന്ന ജോഡി മാത്രമേ ഇവിടെയുള്ളൂ. മൊത്തം 6 ജോഡികൾ. അപ്പോൾ 2 അക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്നത് 6ൽ 1, 1/6. ഈ പാഠഭാഗത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു. ആകെ ഫലങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഫലങ്ങൾ ഉപയോഗിച്ചാണ് നാം സാധ്യത കണ്ടെത്തുന്നത്. സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി 0 ആണെങ്കിൽ ആ കാര്യം ഒരിക്കലും സംഭവിക്കില്ല എന്നും
സാധ്യത ഒന്നാണെങ്കിൽ അത് ഉറപ്പായും സംഭവിക്കുമെന്നും ഓർത്തിരിക്കുക. റാപ്പിഡ് റിവിഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 1-3 അധ്യായങ്ങളായ അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളെക്കുറിച്ചാണ്. എന്താണ് സമാന്തര ശ്രേണി? അരിത്തമെറ്റിക് സീക്വൻസ് ലളിതമായി പറഞ്ഞാൽ ഒരു സംഖ്യയോട് നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുന്ന രീതി. ഉദാഹരണത്തിന് 5, 10, 15 എന്ന ശ്രേണിയിൽ ഓരോ പദത്തോടും 5 വീതം കൂട്ടിയാണ് അടുത്ത പദം നമ്മൾ എഴുതുന്നത്. ഇവിടെ സംഖ്യകൾ തമ്മിൽ 5 വീതം കൂടി വരുന്നു. ഈ നിശ്ചിത സംഖ്യയ്ക്ക് നമ്മളൊരു പേര് പറയും. എന്താണത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അപ്പോൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ അടുത്തടുത്ത 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതിയാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണമെന്നില്ല. ഉദാഹരണത്തിന് 10, 8, 6 എന്ന സമാന്തര ശ്രേണിയിൽ സംഖ്യകൾ 2 വീതം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഇവിടെ പൊതുവ്യത്യാസം -2 ആണ്. പൊതുവ്യത്യാസം പോസിറ്റീവ് സംഖ്യയോ നെഗറ്റീവ് സംഖ്യയോ ആവാം. സമാന്തര ശ്രേണി എന്താണെന്നും കോമൺ ഡിഫറൻസ് എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശ്രേണി തന്നാൽ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമല്ലോ. സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തന്നാൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഒരു എളുപ്പവഴിയുണ്ട്. പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനായി പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതിയാവും. ഉദാഹരണത്തിന് ഒരു സമാന്തര ശ്രേണിയുടെ 2ാം പദം 10ഉം 6ാം പദം 30ഉം ആയാൽ പൊതുവ്യത്യാസം എത്ര? നമ്മൾ പറഞ്ഞതുപോലെ പദവ്യത്യാസത്തെ സ്ഥാനവ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ പദങ്ങളായ 30, 10 എന്നിവ തമ്മിലുള്ള വ്യത്യാസം 20. 2ഉം 6ഉം സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4. അപ്പോൾ പൊതുവ്യത്യാസം എന്നത് പദവ്യത്യാസമായ 20നെ സ്ഥാനവ്യത്യാസമായ 4 കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. 5 എന്ന് നമുക്ക് കിട്ടും. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചതിനാൽ ഇനി ഏത് പദം വേണമെങ്കിലും നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടാവും. ഉദാഹരണത്തിന് ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 40, 14ാം പദം 43 എങ്കിൽ 6ാം പദം എത്ര? 18ാം പദം എത്ര? ഇത് നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. ഇവിടെ 10ാം പദവും 14ാം പദവും തമ്മിലുള്ള 4 സ്ഥാനങ്ങളുടെ വ്യത്യാസം 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6ാം പദം കാണുവാൻ 4 സ്ഥാനങ്ങളുടെ വ്യത്യാസമുള്ള 10ാം പദമായ 40ൽ നിന്ന് 3 കുറച്ചാൽ പോരെ? അതേപോലെ തന്നെ 18ാം പദം കണ്ടുപിടിക്കാൻ 14ാം പദമായ 43ൻ്റെ കൂടെ 3 കൂട്ടിയാലും മതിയല്ലോ. ഇതേപോലെ മുന്നോട്ട് 22ാം പദവും 26ാം പദവുമൊക്കെ നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു സംഖ്യ സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കാൻ. തന്നിരിക്കുന്ന സംഖ്യയും ശ്രേണിയിലെ ഏതെങ്കിലും ഒരു സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ആ വ്യത്യാസത്തെ പൊതുവ്യത്യാസം കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയാൽ തന്നിരിക്കുന്ന സംഖ്യ ശ്രേണിയിലെ പദമായിരിക്കും. വളരെ എളുപ്പമുള്ള ഒരു ഉദാഹരണം നോക്കാം. 1, 3, 5 എന്നിങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണിയിലെ പദമാണോ 101? പദമാണ് എന്നത് നമുക്കറിയാം. എങ്കിലും മുകളിൽ പറഞ്ഞ രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. 101 എന്ന സംഖ്യയും സമാന്തര ശ്രേണിയിലെ ആദ്യ പദമായ 1ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. 100 എന്ന് ലഭിക്കും. 100 എന്നതിനെ പൊതുവ്യത്യാസമായ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നതിനാൽ 101 സമാന്തര ശ്രേണിയിലെ പദമാണ്. സമാന്തര ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആൾജിബ്രായിക് ഫോം, ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്നതും നേരെ തിരിച്ച് ബീജഗണിത രൂപം തന്നാൽ സമാന്തര ശ്രേണി, പൊതുവ്യത്യാസം എന്നിവ കണ്ടുപിടിക്കുക എന്നതും. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n + 1 എന്ന് തന്നാൽ പദങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എന്നിൻ്റെ വില 1 എന്ന് കൊടുക്കുമ്പോൾ 1ാം പദം 5 എന്നും 2 എന്ന് കൊടുക്കുമ്പോൾ 2ാം പദം 9 എന്നും നമുക്ക് ലഭിക്കും. അങ്ങനെ 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുമ്പോൾ പൊതുവ്യത്യാസം 9 അങ്ങനെ 2ാം പദത്തിൽ നിന്ന് 1ാം പദം കുറയ്ക്കുമ്പോൾ പൊതുവ്യത്യാസം 4 എന്ന് നമുക്ക് ലഭിക്കും. ഇനി പൊതുവ്യത്യാസം മാത്രമാണ് ചോദിച്ചതെങ്കിലോ എന്നിൻ്റെ കൂടെയുള്ള ആ സംഖ്യ എഴുതിയാൽ പോരെ? 4 എന്ന് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി സമാന്തര ശ്രേണിയുടെ തുകകളുമായി ബന്ധപ്പെട്ട് ആശയങ്ങൾ നോക്കിയാലോ. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദത്തിൻ്റെ മുന്നിലും പിന്നിലും ഒരേ അകലത്തിലുള്ള പദങ്ങളുടെ തുക നടുവിലെ പദത്തിൻ്റെ 2 മടങ്ങാണ്. ഉദാഹരണത്തിന് 2, 4, 6, 8, 10 എന്ന സമാന്തര ശ്രേണിയിലെ നടുവിലെ പദം 6 എന്നെടുത്താൽ 6ൽ നിന്നും തുല്യ അകലത്തിൽ കിടക്കുന്ന 4, 8 സംഖ്യകളുടെ തുകയായ 12 എന്നത് നടുവിലെ സംഖ്യയായ 6ൻ്റെ 2 മടങ്ങാണ്.
അതുപോലെ തന്നെ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ പദങ്ങളുടെ എണ്ണം ഒറ്റസംഖ്യ ആണെങ്കിൽ പദങ്ങളുടെ തുക എന്നത് നടുവിലത്തെ പദത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചതാണ്. 2, 4, 6, 8, 10 എന്നീ 5 പദങ്ങളുടെ തുക 30 ആണ്. ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നടുവിലത്തെ പദമായ 6നെ പദങ്ങളുടെ എണ്ണമായ 5 കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. പരീക്ഷയ്ക്ക് ഇത് തിരിച്ചും ചോദിക്കാം കേട്ടോ. പദങ്ങളുടെ തുക തന്നിട്ട് നടുവിലെ പദം കണ്ടുപിടിക്കാൻ പറയും. സമാന്തര ശ്രേണിയുടെ മറ്റൊരു പ്രത്യേകതയാണ് സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും എന്നത്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. 2, 4, 6, 8 എന്ന സമാന്തര ശ്രേണിയിൽ 1-ാം പദത്തിൻ്റെയും 4-ാം പദത്തിൻ്റെയും തുക എന്നത് 10 ആണ്. ഇവിടെ സ്ഥാനങ്ങളുടെ തുക 1-ാം സ്ഥാനവും 4-ാം സ്ഥാനവും 1 + 4 5 എന്ന് നമുക്ക് ലഭിക്കും. അതേപോലെ 2-ാം പദവും 3-ാം പദവും കൂട്ടിയാൽ 10 എന്ന് കിട്ടും. ഇവിടെയും സ്ഥാനങ്ങളുടെ തുക 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും 2 + 3 5 എന്നത് തന്നെയാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ സ്ഥാനങ്ങളുടെ തുക തുല്യമാണെങ്കിൽ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതേപോലെ തന്നെ സമാന്തര ശ്രേണി തന്നാൽ പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനും n പദങ്ങളുടെ തുക തന്നാൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നതും മുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും തന്നെ മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ സാധിക്കുന്നതുമായ ഒരു പാഠഭാഗമാണിത്. എല്ലാ കൂട്ടുകാർക്കും മികച്ച വിജയാശംസകൾ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Rapid Revision. Final touch to